ജനുവരി 13 പോയിറ്റേഴ്സിലെ വിശുദ്ധ ഹിലാരി. ജനനം 315, മരണം 367. പള്ളിയിലെ ഒരു ഗാലോ റോമൻ ഡോക്ടറായിരുന്നു. പോയിറ്റേഴ്സിലെ ബിഷപ്പ് എന്ന നിലയിൽ ആരിയനിസത്തിനെതിരായ യാഥാസ്ഥിതികതയുടെ ചാമ്പ്യനായിരുന്നു. പാശ്ചാത്യ ക്രൈസ്തവ ലോകത്തിന് ഗ്രീക്ക് സിദ്ധാന്തം പരിചയപ്പെടുത്തിയ ആദ്യത്തെ ലാറ്റിൻ എഴുത്തുകാരൻ. നിയോ പ്ലാറ്റോണിയസത്തിൽ നിന്ന് പരിവർത്തനം ചെയ്ത ഹിലാരി പോയിറ്റേഴ്സിലെ ബിഷപ്പായി തിരഞ്ഞെടുക്കപ്പെട്ടു. റോമൻ ചക്രവർത്തിയായ കോൺസ്റ്റന്റീനസ് രണ്ടാമൻ അദ്ദേഹത്തെ ഫ്രിജിയയിലേക്ക് നാടുകടത്തി. ഫ്രിജിയയിലായിരിക്കുമ്പോൾ തൃത്വവിവാദങ്ങളുടെ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്ന ലാറ്റിനിലെ ആദ്യത്തെ കൃതിയായ ദി ട്രിനിറ്റി അദ്ദേഹം എഴുതി. സിനഡുകളുമായി ബന്ധപ്പെട്ട് ദി സിനോഡിസിൽ എന്ന ബുക്കും എഴുതി. അദ്ദേഹം ഏരിയൻ വിവാദത്തിൻ്റെ ചരിത്രം വിശദീകരിക്കുകയും പുത്രൻ പിതാവിൽ നിന്ന് വ്യത്യസ്തനാണെന്ന് വിശ്വസിക്കുന്നവർക്കെതിരെ അണിനിരക്കാൻ കിഴക്കിലെ വിശ്വാസികളെ നിർദ്ദേശിക്കുകയും ചെയ്തു. കോൺസ്റ്റന്റീനസുമായുള്ള അദ്ദേഹത്തിൻ്റെ അപേക്ഷകൾ വിജയിച്ചില്ല. അദ്ദേഹത്തെ കിഴക്ക് നിന്ന് പുറത്താക്കി. പോയിറ്റേഴ്സിലേക്ക് മടങ്ങിയ അദ്ദേഹം തൻ്റെ അവസാന വർഷങ്ങൾ ഗൗളിലെ ആരിയനിസത്തിനെതിരെ പോരാടുകയും ടൈപ്പോളജിയെക്കുറിച്ചുള്ള സങ്കീർത്തനങ്ങളിലും ട്രാക്ടസ് മിസ്റ്റീരിയോറത്തിലും തൻ്റെ വ്യാഖ്യാനം എഴുതുകയും ചെയ്തു. യാഥാസ്ഥിതികതയുടെ ആവർത്തിച്ചുറപ്പിക്കൽ ഗൗളിൽ ഏതാണ്ട് ഒറ്റയ്ക്ക് അദ്ദേഹത്തിന് പടിഞ്ഞാറിൻ്റെ അത്തനാസിയസ് എന്ന പദവി നേടിക്കൊടുത്തു. ഒരുപക്ഷെ ആദ്യകാല സ്തുതിപാഠകൻ. 1851 9 പിയൂസ് മാർപ്പാപ്പ അദ്ദേഹത്തെ സഭയുടെ ഡോക്ടറായി പ്രഖ്യാപിച്ചു.